ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ആസ്ട്രോളജറും മാന്ത്രികനുമായ സുജയ് ശൂരനാടാണ്. നമസ്കാരം. നമസ്കാരം. ഈ മാന്ത്രികൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കഥകളൊക്കെ കേട്ടതുപോലെ ഒരു കഥാപാത്രമാണ് എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ച്. ശരിക്കും എന്താണ് ഈ മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ചെയ്യുന്നത്? മാന്ത്രികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്ത്രികവും മാന്ത്രികവും. താന്ത്രികം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ ആണ് താന്ത്രികം എന്ന് പറയുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിനകത്ത് അവർ നിത്യം ചെയ്യുന്ന കർമ്മമാണ്. അവർ ചെയ്തു പോവുക. ഇപ്പം നമ്മളൊരു വഴിപാട് എഴുതിച്ചാലും വഴിപാട് ചെയ്താലും അത് ചെയ്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ റിസൾട്ട് കിട്ടണമെന്ന് ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്ക് നിർബന്ധമില്ല. പക്ഷെ മാന്ത്രികനെ സംബന്ധിച്ച് വരുമ്പോൾ അയാളിപ്പോൾ ചെയ്യണ ഒരു പർപ്പസ് വേണ്ടിയിട്ടായിരിക്കും മാന്ത്രികന്റെ അടുത്ത് ഒരാളെ സമീപിക്കുക. ഭാരദോഷ ദുരിതങ്ങൾ നീക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീക്കുക, അല്ലെങ്കിൽ ഭൂമി വിൽപ്പന എന്നുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ടായിരിക്കും ഒരു മാന്ത്രികന്റെ പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു മാന്ത്രികനെ സമീപിക്കുക. അപ്പം അതിന് വേണ്ടുന്ന ആ ഒരു ആവശ്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനെ ഫലിപ്പിക്കുക എന്നുള്ളതിനകത്ത് നിർബന്ധമുന്തി മാന്ത്രികനുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള പരിശ്രമം ഈ താന്ത്രികത്തിലും മാന്ത്രികത്തിലുമുള്ള വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഈ മാന്ത്രികം എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ബാധാദോഷങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ മാറ്റുക, ഇതിനെല്ലാം ഒരു നെഗറ്റീവ് സൈഡ് കേൾക്കുന്നത് പോലൊരു ഇതുണ്ട്, അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റാനുള്ള ഒരു സംഭവമാണോ? അപ്പം ഒരു നാണയത്തിന്റെ രണ്ട് വശമുണ്ട് അല്ലേ എന്ന് പറയുന്ന പോലെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് നല്ല കാര്യങ്ങളും ചെയ്യാം, മോശ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഉപയോഗിക്കുന്ന ആളുടെ ഒരു മൈൻഡ് പോലും ഇരിക്കും. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കണോ മോശം കാര്യത്തിന് ഉപയോഗിക്കണോ എന്നുള്ളത് ഒരാളുടെ മൈൻഡിനെ പോലെ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ശത്രു സംഹാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണേ? ശത്രുവിനെ കൊല്ലുക എന്നുള്ളതാണോ, അതോ ശത്രുവിന്റെ നമ്മളുള്ള ശത്രുത മനോഭാവം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ശത്രുത സാധാരണ എന്താണ് ഈ ശത്രു സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എന്റെ സംശയമാണ്. ശത്രുത ശത്രു സംഹാരം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണ് വരിക? ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ശത്രുവിനെ ഇല്ലാണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് മാന്ത്രികത്തിൽ ഒടിമാരണ കർമ്മം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഞാൻ ചെയ്യാറില്ല, അത് ഞാനിപ്പോഴും പറയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ഈ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു പോയിന്റ് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം മുമ്പ് നമ്മൾ വേറെ ചാനൽ ഇന്റർവ്യൂവിന് കൊടുത്തപ്പം കൂടുതൽ ആളുകൾ ഈ നെഗറ്റീവ്സ് ക്ലിയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ബാധദോഷ ദുരിതങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ നമുക്കത് മാറ്റണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പണി കൊടുക്കാനാണ് താല്പര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിളിച്ച ആൾക്കാരാണ് കൂടുതൽ. അതെ, ചിലപ്പോൾ ഈ ശത്രു ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കായിരിക്കും, പക്ഷെ എന്റെ ശത്രു ആയതുകൊണ്ട് അയാളങ്ങ് പോട്ടെ എന്ന്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒടിമാരണം പോലുള്ള കർമ്മങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഓരോ മാന്ത്രികനും അയാളെ അനുഷ്ഠിക്കുന്ന കർമ്മം അനുസരിച്ച്, അല്ലെങ്കിൽ പഠിച്ച കർമ്മത്തിനനുസരിച്ച്, വിദ്യക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അയാൾ ചെയ്യുന്ന കർമ്മത്തിലും വ്യത്യാസം ഉണ്ടാവും, അതിന്റെ റിഫ്ലക്ഷനും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്നൊരു മാറ്റമാണ് ഈ മന്ത്രവാദം കൊണ്ട് അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ കൊണ്ട് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതകത്തിൽ അത് അനുകൂലമാണെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അത് ജാതകത്തിൽ ഇപ്പം നമുക്ക് അനുകൂലമായിട്ട് ഇപ്പം ഒരു നല്ലൊരു ജോലി കിട്ടാൻ യോഗമുണ്ട്. അപ്പം അതിന് തടസ്സമായിട്ടിരിക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹത്തിന് തടസ്സമായിട്ടിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ക്ലിയർ ചെയ്യുക, കണ്ടെത്തി ക്ലിയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ക്ലിയർ ചെയ്തിട്ട് അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയുള്ള ക്ഷേത്ര വഴിപാടുകളോ അല്ലെങ്കിൽ അനുസരിച്ചുള്ള കാര്യങ്ങളോ മുന്നോട്ട് ചെയ്യുക. അപ്പൊ അയാളുടെ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അതിന് ഈ പറയുന്ന പോലെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് ജാതകത്തിൽ അനുവദിച്ച സമയത്ത് അത് നടക്കും. ഓക്കെ, അപ്പൊ എന്റെ ജാതകത്തിൽ എനിക്ക് ജോലി കിട്ടാൻ യോഗമില്ല, അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമല്ലോ. ഇപ്പൊ ഈ ചില ആളുകളാണെങ്കിൽ പറയുന്നത് പോലെ 10ാം ഭാവം ഉഭയരാശിയിലേക്കാണ് വരുന്നതെങ്കിൽ, അല്ലെ 10ാം ഭാവാധിപന് ഉഭയരാശിയിലേക്കാണ് വരുന്നതെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലിയിൽ ഉറച്ചു നിൽക്കില്ല. കുറച്ച് ആള് ഒരു ജോലി നിൽക്കും, അടുത്ത കുറച്ച് കഴിയുമ്പോൾ അടുത്ത ജോലിയിലേക്ക് പോകും. ഇത് തന്നെ നല്ല പെർമനന്റ് ആയിട്ടുള്ള ജോലി, സർക്കാർ ഉദ്യോഗം കിട്ടണ യോഗമുള്ള ആളുകളും ഇതേ സംഭവത്തിൽ നിൽക്കാറുണ്ട്. ഇതേ സംഭവം വരാറുണ്ട്. അതായത് ഒരു തൊഴിൽ ഉറച്ചു നിൽക്കത്തില്ല, കുറച്ചാളൊരു ജോലി ചെയ്യും, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അടുത്തടുത്ത് പോകും, വീണ്ടും അടുത്തടുത്ത് പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്നു. കാരണം അത് അവർക്ക് ജാതകത്തിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ട് ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാനും നല്ല സാലറിയിലേക്ക് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള യോഗമുള്ള ജാതകമായിരിക്കും. പക്ഷെ അയാൾക്ക് ഈ പറയുന്ന ദുരിതം വേട്ടയാടുന്ന അയാളുടെ കർമ്മത്തിൽ വന്നിട്ടുള്ള തടസ്സമായിരിക്കും, തൊഴിലിൽ വന്നിട്ടുള്ള ബന്ധനമായിരിക്കും. അപ്പൊ ആ തൊഴിൽ വന്ന് ബന്ധനം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ജോലിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നാട്ടിലോ വിദേശത്തോ അയാൾക്ക് എവിടെയാണോ യോഗം ഉള്ളത് നല്ലൊരു ജോലിയിലേക്ക് തുടരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ജോലി എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥയാവുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാവുക എന്നുള്ളത് ആവശ്യവുമായി വരാറുണ്ടോ? എനിക്കിപ്പോ ഒരു പ്രൈവറ്റ് ജോലിയുണ്ട്, പക്ഷെ എനിക്ക് സർക്കാർ ജോലി വേണം. അങ്ങനെ ആരും വന്നിട്ടില്ല. എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. യോഗം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ജാതകത്തിൽ അങ്ങനെ ഒരു യോഗമുണ്ടോ, ഞാൻ ശ്രമിച്ചാൽ നടക്കുമോ, അങ്ങനെ ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഈ പറയുന്നതിൽ വേണം എന്ന് പറയുന്നത് അവനവൻ ഡിപ്പെൻഡബിൾ ആണ്.
പൂജാതി കർമ്മങ്ങൾ മാത്രം ചെയ്താൽ പോരല്ലോ, PSCക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യണം, അതിന് മത്സര പരീക്ഷയ്ക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം, അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് നമ്മൾ പരീക്ഷ എഴുതി പാസ്സാവണം. നമുക്ക് അതിന്റെ തടസ്സങ്ങൾ നീക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ സൈഡ് എഫക്ട്സ് ഉണ്ടോ? ലൈക്ക് എന്തെങ്കിലും ഒരു ദോഷവും കൂടി ഇതിന്റെ സൈഡായിട്ട് വരുമോ? പിന്നെ നമ്മളിപ്പം ഒരാൾക്ക് ഒരു നെഗറ്റീവ് കർമ്മം ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാൾക്ക് നെഗറ്റീവായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ അയാൾ എന്താണോ നെഗറ്റീവ് ക്ലിയർ ചെയ്യണത്, ആ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചെയ്തവനും ചെയ്യിപ്പിച്ചതിനും തിരിച്ചടി ഉണ്ടാവും. അതിനുവേണ്ടി പണം മുടക്കിയ ഒരാളുണ്ടാവുമല്ലോ, അയാൾക്കും തിരിച്ചടി ഉണ്ടാവും, ചെയ്തു കൊടുത്ത കർമ്മിക്കും തിരിച്ചടി ഉണ്ടാവും. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ തന്നെ ഇപ്പം താങ്കൾക്കൊരു നെഗറ്റീവ് വന്നിട്ട്, പേര് മേഘയ്ക്കൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. ആ നെഗറ്റീവ് നമ്മൾ ഒരു ഒടിമാരണ കർമ്മമാണെന്ന് വിചാരിക്കാം. നമ്മൾ ഉച്ചാരണം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കർമ്മം ആരാണോ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു അയാൾക്ക് അതിനുള്ള തിരിച്ചടികൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? അതേപോലെ നിങ്ങൾക്ക് ആ ഒടിമാരണം കൊണ്ട് വന്നിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായാലും തൊഴിലായാലും വരുമാനത്തിലായാലും വന്ന സ്റ്റക്കുകൾ, ബിസിനസ്സിലായാലും വന്നിട്ട് സ്റ്റക്കുകൾ നീങ്ങി മാറി കിട്ടും. അപ്പൊ അതേപോലെ തന്നെ ഈ കർമ്മത്തിന് വിധേയമാകുന്ന ആൾക്കും ഈശ്വരാധീനം നഷ്ടപ്പെടും. അപ്പൊ പിന്നീട് നമ്മൾ വീണ്ടും വഴിപാടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇന്ന വഴിപാടുകൾ ഇന്ന ക്ഷേത്രത്തിൽ കൊടുക്കണം, എന്നെങ്കിൽ മാത്രമേ റിവേഴ്സ് ആവുള്ളൂ. അതായത് പെട്ടെന്ന് റിസൾട്ടിലേക്ക് വരുള്ളൂ. പെട്ടെന്ന് ഈ തൊഴിലിലും വരുമാനത്തിലും അഭിവൃദ്ധി ഉണ്ടാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വഴിപാടുകൾ പറഞ്ഞു തരണം, ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറയണം. മനസ്സിലായല്ലോ? അപ്പൊ ഈ ചെയ്യുന്ന ആൾക്കോ, ലൈക്ക് കർമ്മം ചെയ്യുന്ന ആൾ, കർമ്മിക്കും അതിന്റെ തിരിച്ചടി ഉണ്ടാവും. ഇപ്പൊ ഞാനാണ് ചെയ്യണമെങ്കിൽ എന്റെ ഈശ്വരാധീനം കുറയും. മനസ്സിലായി? അപ്പൊ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ ഞാനും എടുക്കണം. ഓക്കെ, ഈ ഒടിമരണം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കുമോ ഈ ചെയ്യപ്പെടുന്ന ആൾക്ക്? അതായത് കൊല്ലാതെ കൊല്ലുക എന്നുള്ളതാണ്. രോഗം വന്നിട്ടോ അല്ലെങ്കിൽ ഒരു വാഹന അപകടത്തിലൂടെയൊക്കെ ആയിരിക്കും മരണപ്പെടുക. അതിപ്പോ ഈ കൊല്ലാതെ കൊല്ലുക, അതായത് നേരിട്ട് ഒരാളെ കൊല്ലാതെ ഡയറക്റ്റായിട്ട് ആഭിചാര കർമ്മം ചെയ്തിട്ട് അയാളെ കൊല്ലുക, നശിപ്പിക്കുക. അതപ്പോ അയാൾക്ക് ആയുസിന് ബലമുള്ള ആളാണ്, അത്യാവശ്യം ഈശ്വരാധീനമുള്ള ആളാണെങ്കിൽ അയാളുടെ തൊഴിലില്, വരുമാനത്തില്, മക്കളില്, സാമ്പത്തികത്തിൽ എല്ലാം അത് അഫക്റ്റ് ചെയ്യും. നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് അയാളെ ടോട്ടലായിട്ട് മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിൽ കുടുംബജീവിതത്തിലും എല്ലാം അസ്വസ്ഥതപ്പെട്ട്, തൊഴിലിടത്തിനും അസ്വസ്ഥതപ്പെട്ട് അയാളായിരിക്കും മുന്നോട്ട് പോവുക. ഓക്കെ, ഇപ്പൊ ഒടിമരണം ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നെഗറ്റീവ് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നമ്മൾ അതിന്റെ ഭവിഷ്യത്തിന് അനുഭവിക്കണം. പറഞ്ഞു മനസ്സിലായോ? നമ്മളല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അനുഭവിക്കണം. നമ്മളിപ്പോ ഒരാൾക്ക് നോർമലായിട്ട് പറയുന്ന ഉച്ചാരണ കർമ്മം ചെയ്തിട്ട് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ്സ് ക്ലിയർ ചെയ്താലും അയാൾ അനുഭവിക്കേണ്ട നെഗറ്റീവിനെയാണ് നമ്മൾ മാറ്റി കൊടുക്കണേ. നെഗറ്റീവിനെ മാറ്റി കൊടുത്താലും അയാൾ അനുഭവിക്കേണ്ട ദുരിതത്തിനാണ് നമ്മൾ മാറ്റി കൊടുക്കണേ. അപ്പം അയാൾക്ക് ആ റിസൾട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കേണ്ട ദുരിതത്തിന് 6-1 നമ്മൾ അനുഭവിക്കേണ്ടി വരും. നെഗറ്റീവ് മാറ്റുമ്പോഴും നമുക്ക് പ്രശ്നം വരുന്നുണ്ട്. പിന്നീട് അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ അനുസരിച്ചുള്ള ക്ഷേത്ര വഴിപാടുകളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ ശത്രു സംഹാരം അല്ലെങ്കിൽ ഒരാൾക്ക് മോശം വരുന്നത് പോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് കൈവിഷം. നമ്മള് ഈ നോർമൽ സംസാരത്തിൽ തന്നെ വരുന്നൊരു കാര്യമാണ്, അവർക്ക് കൈവിഷം കൊടുത്തു എന്നാ തോന്നുന്നൊക്കെ. ഇത് ശരിക്കും റിയൽ ആണോ? ഇത് ചെയ്ത് നടത്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവഴ ക്ഷേത്രത്തില്, ചേർത്തല തിരുവഴ ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ നമുക്ക് നേരിട്ട് കാണാം. ഒരുപാട് പേര് അവിടെ കൈവിഷം ഇറക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല ആചാര്യന്മാരും കൈവിഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ പരിഹാരത്തിന് വിധേയമായിട്ടുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായല്ലോ? അതായത് ഈ കൈവിഷം എന്ന് പറയുന്ന ദ്രവ്യം കൊണ്ട് 2 രീതി ചെയ്യാം. ഒന്ന് വശ്യത്തിന് ചെയ്യാം, വശ്യം എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടി ചെയ്യാം. 1. 2 മാരണമായിട്ട് ചെയ്യാം, അതായത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. അപ്പം ഇതിനകത്ത് വശ്യം എന്ന് പറയുന്ന സംഭവത്തിനാണ് ചെയ്തേക്കണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കൈവിഷത്തിന് നോർമലി ഛർദ്ദിക്കുക, അല്ലെങ്കിൽ തിരുവഴ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ പഞ്ചഗവ്യം പോലുള്ളത് സേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചഗവ്യം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് നമ്മൾ സേവിച്ച് കഴിഞ്ഞാൽ നിശ്ചിത വ്രതമൊക്കെ എടുത്ത് അതിൻ്റെ കണക്ക് നോക്കിയിട്ട് ചിലപ്പം 7 ദിവസം സേവിക്കണം, ചിലപ്പോൾ 9 ദിവസം സേവിക്കണം. ഈ കൈവിഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ട് എത്ര ദിവസം സേവിക്കണം എന്നുള്ളത് നോക്കിയിട്ട് സേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദരത്തിലുള്ള വന്നിട്ടുള്ള കൈവിഷ ദോഷങ്ങളൊക്കെ നീങ്ങും. അപ്പൊ ഈ പറയുന്ന കൈവിഷം എന്ത് ആവശ്യത്തിനാണോ കൊടുത്തേക്കണേ അതിനനുസരിച്ചുള്ള ഡാമേജ് ഈ കൈവിഷം ഏറ്റ ആൾക്കുണ്ടാവും. ഓക്കെ, അപ്പൊ വശ്യമാണെങ്കിലോ? വശ്യമാണെങ്കിൽ പർട്ടിക്കുലറായിട്ട് ആളോട് ഒരു ആകർഷണം തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ വശ്യം നിൽക്കുന്നത്. അപ്പൊ ഈ വശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതും കാമുകന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ നീഡിന് വേണ്ടിയിട്ട് കൊടുക്കണതാണ്. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ കൈവിഷം കൊടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ മേഘയെ ഞാൻ ഫ്രണ്ടാണ്, മേഘയുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അപ്പൊ എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. അപ്പൊ ഞാൻ കൈവിഷം കൊണ്ട് തരികയാണ്. തന്നിട്ട് ഞാൻ പറയും എനിക്ക് കുറച്ച് ഫണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ റോൾ ചെയ്യാം, ഫണ്ടിങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് ചോദിക്കും. പലിശക്ക് തരാം എന്ന് പറയും. എന്നിട്ട് അതങ്ങ് മേടിച്ചെടുക്കും. അപ്പൊ ഞാനത് പൈസ ചോദിക്കുമ്പോ മേഘ നോന്ന് പറയരുത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് സാമ്പത്തികം മേടിക്കണേ. ഇപ്പൊ പറയാണ്, ഇപ്പൊ ഞാൻ പറയുമ്പോൾ മേഘ പറയും എന്റെ പൈസ ഇല്ല,
സത്യത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് ഗോൾഡ് കയ്യിലോ കഴുത്തിലോ ഒക്കെ ഉള്ളതോ അല്ലെങ്കിൽ വീട്ടിലിരിക്കണോ ഗോൾഡ് ഞാനത് പണയം വെച്ചിട്ട് പിന്നെ എടുത്തു തരാം എന്ന് പറയും. അപ്പൊ അങ്ങനെ മേടിച്ചു കഴിഞ്ഞിട്ട് അത് എന്റെ ആവശ്യം അവിടെ നടന്നു. അവിടെ വർക്ക് ചെയ്യുന്നത് കൈവിഷമാണ്. മനസ്സിലായോ? അത് ഇതുപോലെ ഈ ദാമ്പത്യത്തിലും ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളുണ്ടോ? ഒരാൾക്ക് ഇപ്പോ ഒരാള് പ്രണയം തോന്നാനൊക്കെ അത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത് കൂടുതലും വശ്യം എന്ന് പറയുന്ന സംഭവത്തിനേക്കാൾ കൂടുതലും അത് നെഗറ്റീവായിട്ടാണ് എഫക്ട് ചെയ്യാറ്. ഓക്കെ. കൂടുതൽ ആളുകൾ ഈ വശ്യം എന്ന് പറയുന്ന സംഭവം ചെയ്യുമ്പം നിലവിൽ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാവും. നെഗറ്റീവ്സ് നിലനിൽക്കും തന്നെ വശ്യം ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പൊ അതിപ്പം മേഘയ്ക്ക് ഞാൻ മേഘ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം മേഘയ്ക്ക് എനിക്ക് വശ്യം ചെയ്യണം. അപ്പം വശ്യം ചെയ്യണം, ഞാൻ വേറൊരാളുടെ പോയിട്ട് പറയാം എനിക്ക് മേഘ ഒന്ന് വശ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അയാൾ എനിക്കൊരു സംഭവം ജപിച്ചു തരാണ്. ഞാനതൊരു മുട്ടായി ജപിച്ചുകൊണ്ട് വന്നിട്ട് മേഘയ്ക്ക് തരികയാണ്. മേഘയ്ക്കും എനിക്കും ഓൾറെഡി നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വേറെ നെഗറ്റീവ് ആവും ഇത്. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പം ഈ പറയണ സംഭവം നല്ല രീതിയിലല്ല അല്ലെങ്കിൽ പക്കയായിട്ടല്ല ചെയ്യണമെങ്കിൽ ഇത് നെഗറ്റീവായിട്ടേ മാറുള്ളൂ. അതായത് രണ്ടുപേരും വഴക്കിട്ട് പിരിയാൻ ഇത് തന്നെ കാരണമാവും. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണ് ഇത് പോസിറ്റീവായിട്ട് സംഭവിക്കാറ്. നെഗറ്റീവായിട്ട് കൂടുതൽ സംഭവിക്കാറ് ഈ പറയുന്ന ഭാര്യ ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഡിവോഴ്സിന്റെ ഒക്കെ വക്കിലെത്തി നിൽക്കുമ്പം ഈ ആൾക്കാർ വശ്യം ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ ഇത് കൂടുതൽ കുളമാവും. അപ്പൊ അതിന് ഈ പറഞ്ഞ അവരുദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല. അതിന് മെയിൻ റീസൺ നെഗറ്റീവ് നിൽക്കുന്നതാണ്. നെഗറ്റീവ് നിൽക്കുമ്പോൾ ഇവർ വശ്യം ചെയ്യും. ആദ്യം നെഗറ്റീവ് ക്ലിയർ ചെയ്യണം. ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ള ഡിവോഴ്സിലേക്ക് നയിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, നെഗറ്റീവ്സ് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ശത്രുക്കൾ ചെയ്തതോ അല്ലെങ്കിൽ പൂർവ്വമായിട്ട് ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാതെ വന്നതിലോ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പിന്നീട് ഇവർക്ക് വേണമെങ്കിൽ വശ്യം ചെയ്യാം. വശ്യം ചെയ്താൽ അത് ഓക്കെ ആവും. പക്ഷെ ഇവിടെ നെഗറ്റീവ്സ് ക്ലിയർ ചെയ്യാനാണ് പലപ്പോഴും ഈ വശ്യം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഫെയിലർ ആയി പോകുന്നതും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നതും പിന്നീട് ഇവർ പറയും ഞങ്ങളുടെ പൈസ പോയെന്ന് പറയും. അങ്ങനെയാണ് സംഭവിക്കുക.